ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും സായിഗ്രാമം ഡയറക്ടറുമായ കെ.എൻ. ആനന്ദകുമാറിനെ റിമാൻഡ് ചെയ്തു. ഈ മാസം 26 വരെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലുള്ള ആനന്ദകുമാറിന്റെ ചികിത്സാ കാര്യങ്ങൾ ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാമെന്ന് മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി വിജിൻ വായാന്തോടുണ്ട് ആ റിപ്പോർട്ടിലേക്ക്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും സായഗ്രാമം ചെയർമാനുമായ ആനന്ദകുമാറിനെ കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ ദേഹാസ്വത്വം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ എത്തിയാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തത്. മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തത്. 26 വരെയായിരിക്കും റിമാൻഡ് കാലാവധി. 26-ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ തട്ടിപ്പിലെ മുഖ്യപ്രതി കൂടിയാണ് ഈ ആനന്ദകുമാർ എന്ന് പറയുന്നത്. അനന്തു കൃഷ്ണനൊപ്പം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്ന് നേരത്തെ തന്നെ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയണമെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കണം എന്നാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ഇക്കാര്യം കോടതിയിലും ക്രൈംബ്രാഞ്ച് അതിൻ്റെ കുറ്റപത്രത്തിലും ഒപ്പം തന്നെ കേസ് ഡയറിയിലും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ നേരിട്ടുള്ള ബന്ധം, ഈ തട്ടിപ്പിൽ നേരിട്ടുള്ള ബന്ധം ആനന്ദകുമാറിനുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. അത് പോലീസിൻ്റെ അത്തരം വാദങ്ങൾ അത് ശരിയാണ് എന്ന കണ്ടെത്തൽ കോടതി നടത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. അതിനുശേഷം തൊട്ട് പിന്നാലെയായിരുന്നു പോലീസ് ക്രൈംബ്രാഞ്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. വരും ദിവസങ്ങളിൽ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താകും ഈ മൂവാറ്റുപുഴ ജയിൽ സൂപ്രണ്ട് ഇദ്ദേഹത്തെ ഏത് തരത്തിൽ ജയിലിലേക്ക് മാറ്റണമോ ആശുപത്രിയിൽ തുടരണമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കുക. ഒരുപക്ഷെ മൂവാറ്റുപുഴ ജയിലിലേക്ക് എത്തിച്ച് അവിടെ ചികിത്സ നൽകാനുള്ള നടപടിയിലേക്കായിരിക്കും ക്രൈംബ്രാഞ്ച് കടക്കുക. ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താകും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയും ചെയ്ത. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കേസുകളിൽ ഉൾപ്പെടെ ഇയാളുടെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്തായാലും അതിലുള്ള അറസ്റ്റ് ഉൾപ്പെടെ പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്ക് കൂടി കടക്കാനാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്.